ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ ടൈപ്പിസ്റ്റ് എക്സാമിലും വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ വേർഡ് പ്രോസസ്സിങ്. സോ അതിലെ ഇൻട്രൊഡക്ഷൻ ഓഫ് വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ MS വേർഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ആ ഒരു ഹിസ്റ്ററി, അതുപോലെ തന്നെ വേർഡ് സ്റ്റാർ, ബ്രേവോ, വിസിവിക്, ഈ ഓരോരോ സോഫ്റ്റ്വെയറിലൂടെ എങ്ങനെ നമ്മൾ MS വേർഡിലേക്ക് എത്തി, ആ ഒരു ഹിസ്റ്ററിയാണ് നമ്മളിതിലൂടെ പറയുന്നത്. വേർഡ് പ്രോസസ്സിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനായിക്കോട്ടെ, റിപ്പോർട്ട്സ് എഴുതാൻ, അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം, പ്രോജക്റ്റുകൾ സ്റ്റുഡൻസിന് പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യും, അതുപോലെ തന്നെ റൈറ്റേഴ്സിന് വന്നിട്ട് ബുക്കുകൾ എഴുതിയതിന് ശേഷം അത് പ്രിൻ്റ് എടുത്ത് അതിൻ്റെ ലേഔട്ട് കറക്റ്റ് ചെയ്യും. ഇതിനെല്ലാം നമുക്കിവിടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആവശ്യമാണ്. സോ അതിന് നമ്മുടെ വേർഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിലാണെങ്കിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിക്കോട്ടെ, അതിനെ എഡിറ്റ് ചെയ്യാൻ, ഫോർമാറ്റ് ചെയ്യാം, സേവ് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം, ഇതിനെല്ലാത്തിനും വേർഡ് പ്രോസസ്സിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസാണ് വേർഡ് സ്റ്റാർ, ഗൂഗിൾ ഡോക്സ്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നിവ. സോ ഫസ്റ്റ് വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് പെൻസിൽ. ഒന്നുകൂടെ, ആദ്യത്തെ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് പെൻസിലാണ്. ഇത് ഇൻവെൻറ്റ് ചെയ്തത് മൈക്കിൾ ഷ്രെയർ. ഐ വിൽ റിപ്പീറ്റ്, 1976 മൈക്കിൾ ഷ്രെയറാണ് ആദ്യത്തെ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇലക്ട്രിക് പെൻസിൽ ഇൻവെൻറ്റ് ചെയ്തത്. ഇത് ഡെവലപ്പ് ചെയ്ത് ആൾട്ടയർ മൈക്രോ കമ്പ്യൂട്ടറാണ്. സോ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രിക് പെൻസിൽ എന്ന് പറയുന്നത് അലൗസ് യൂസേഴ്സ് ടു ടൈപ്പ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ്. നമുക്ക് ടെക്സ്റ്റിന് ടൈപ്പ് ചെയ്യാം, അതുപോലെ തന്നെ അതിലെന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്തോ ഇൻസേർട്ട് ചെയ്തോ വേർഡ് കറക്ഷൻ ചെയ്തോ നമുക്കതിനെ ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. സോ അതുപോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത ആ ഒരു ടെക്സ്റ്റിനെ അതിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് സേവ് ചെയ്തിട്ടിട്ട് നമുക്ക് പ്രിൻ്റ് ആയിട്ട് എടുക്കുന്നതിന് ഹെൽപ്ഫുള്ളാണ്. IBM MTST എന്ന് പറയുന്നത് IBM മാഗ്നറ്റിക് ടേപ്പ് സെലക്റ്റീവ് ടൈപ്പ് റൈറ്റർ. സോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1964 നമ്മുടെ ഇപ്പോഴത്തെ ഈ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർസ് വരുന്നതിന് മുന്നേ, അതായത് മോഡേൺ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സേഴ്സ് വരുന്നതിന് മുന്നേ ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണ് യൂസ് ചെയ്തിരുന്നത്. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് പോപ്പുലർ വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമിനാണ് വേർഡ് സ്റ്റാർ എന്ന് പറയുന്നത്. ഈ വേർഡ് സ്റ്റാർ ഡെവലപ്പ് ചെയ്തത് റോബ് ബാർണമിയും സൈമൺ ഫസ്റ്റും ആണ്. സോ ഇത് ഡെവലപ്പ് ചെയ്തത് മൈക്രോ പ്രോ ഇൻ്റാണ് എന്ന ഒരു കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് റോബ് ബാർണമിയും സൈമൺ ഫസ്റ്റും കൊണ്ട് വേർഡ് സ്റ്റാർ ഡെവലപ്പ് ചെയ്തത്. ഈ മൈക്രോ പ്രോ ഇൻ്റർനാഷണൽ എന്നതിൻ്റെ ചെയർമാനായിരുന്നു റുബിൻസ്റ്റീൻ. വേർഡ് സ്റ്റാർ ഡെവലപ്പ് ചെയ്തത് 1978 വേർഡ് സ്റ്റാർ ഫസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് CP M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ പ്രോഗ്രാം ഫോർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. കൺട്രോൾ പ്രോഗ്രാം ഫോർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന 1978 ഡെവലപ്പ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് ആദ്യം വേർഡ് സ്റ്റാർ യൂസ് ചെയ്തത്. അതിനുശേഷമാണ് MS DOSന് വേണ്ടിയിട്ട് നമ്മൾ വേർഡ് സ്റ്റാർ യൂസ് ചെയ്തത്. MS DOS എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ഡെവലപ്പ് ചെയ്തത് 1982 പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺട്രോൾ പ്രോസസ്സിംഗ് ഫോർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഇത് ഡെവലപ്പ് ചെയ്തത് ഗാരി കിൽഡാൺ 1974 ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് ഡെവലപ്പ് ചെയ്തത് ഡിജിറ്റൽ റിസർച്ചേഴ്സാണ്. ഇത് അലൗ ചെയ്യുന്നത് യൂസേഴ്സ് ടു റൺ പ്രോഗ്രാം ആൻഡ് മാനേജ് ഫയൽസ് യൂസിങ് കമാൻഡ് ലൈൻ ഇൻസ്ട്രക്ഷൻസിലൂടെയാണ്. DOS മീൻസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതും എന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് അലൗസ് യൂസേഴ്സ് ടു റൺ പ്രോഗ്രാം. യൂസേഴ്സിന് അവരുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എ പോപ്പുലർ DOS സിസ്റ്റം ഈസ് MS DOS. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത MS DOS ആണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് വേർഡ് സ്റ്റാർ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം, മൂവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മെയിൽ മെർജ് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ
പ്രിൻ്റ് ഫോർമാറ്റിംഗ്. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പോപ്പുലർ വേർഷൻസ് ഓഫ് വേർഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ വേർഡ് സ്റ്റാർ 3.0, വേർഡ് സ്റ്റാർ 4.0, വേർഡ് സ്റ്റാർ 5.0 ആൻഡ് 7.0. വേർഡ് പെർഫെക്റ്റ് എന്ന് പറയുന്നതും ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. അത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യാൻ, ഫോമാറ്റ് ചെയ്യാൻ, പിന്നെ സേവ്, അതുപോലെ തന്നെ അത് പ്രിൻ്റ് എടുക്കുന്നതിനും കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് വേർഡ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് സാറ്റലൈറ്റ് സോഫ്റ്റ്വെയർ ഇൻ്റർനാഷണൽ എന്ന് പറയും എന്ന ഒരു കോർപ്പറേഷനാണ്. അതാണ് പിന്നെ ലേറ്റർ ഇതിനെ റീനെയിം ചെയ്താണ് വേർഡ് പെർഫെക്റ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോർപ്പറേഷനെ റീനെയിം ചെയ്യുകയുണ്ടായി. വേർഡ് സ്റ്റാർ റിലീസ് ചെയ്തത് 1979. ഇത് പോപ്പുലറായത് 1980. സോ 1976 റിലീസ് ചെയ്തെങ്കിലും കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഇതൊത്തിരി പോപ്പുലറായത് 1980. അതിനുശേഷം ഈ വേർഡ് പെർഫെക്റ്റിൻ്റെ വേർഷൻ ഡെവലപ്പ് ചെയ്തത് വിൻഡോസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കോറലാണ്, COREL, കോറൽ. നെക്സ്റ്റ് GUI മീൻസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് യൂസേഴ്സിനെ അലൗ ചെയ്യുന്നത് ഇൻട്രാക്ട് വിത്ത് എ കമ്പ്യൂട്ടർ യൂസിങ് ഗ്രാഫിക്സ് സച്ച് ആസ് ഐക്കൺസ്, വിൻഡോസ്, മെനൂസ് ആൻഡ് ബട്ടൺസ് ഇൻസ്റ്റെഡ് ഓഫ് ടൈപ്പിംഗ് കമാൻഡ്സ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ചില ഗ്രാഫിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഐക്കൺസ് ഉണ്ടായിരിക്കും, വിൻഡോസിൽ തന്നെ മെനൂസ്, ബട്ടൺസ്. അപ്പം അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് 1970 സെറോക്സ് പാർക്ക് എന്ന് പറയുന്നതാണ് കണ്ടുപിടിച്ചത്. ഇത് യൂസ് ചെയ്യുന്നത് സെറോക്സ് ആൾട്ടോ കമ്പ്യൂട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ നടത്തിയത് അലൻ കെയും ഡഗ്ലസ് എംഗൽബർട്ടും ആണ്. ഈ GUI ബിക്കം പോപ്പുലർ ഇൻ സിസ്റ്റംസ് ലൈക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും മൈക്രോസോഫ്റ്റ് വിൻഡോസിലുമാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് പോപ്പുലറായിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ബ്രാവോ വാസ് എ ഫസ്റ്റ് GUI ബേസ്ഡ് വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമാണ് ബ്രാവോ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് 1974. ക്രിയേറ്റ് ചെയ്ത സെറോക്സ് പാർക്കാണ്. ഡിസൈൻ ചെയ്തത് സെറോക്സ് ആൾട്ടോയ്ക്ക് വേണ്ടിയിട്ട് സെറോക്സ് പാർക്ക് 1974 ബ്രാവോ ഡെവലപ്പ് ചെയ്തത്. സോ ഇത് ഡെവലപ്പ് ചെയ്ത പേഴ്സൺ എന്ന് പറയുന്നത് ചാൾസ് സിമോണിയാണ്. ഓക്കെ, ഇതിന് ശേഷം ഇത് പറയുന്നത് വിസിവിക്, WYSIWYG. സോ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. റിപ്പീറ്റ്, വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ഇതെന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റൽ പ്രിപ്പറേഷൻ മെത്തേഡാണ്. ഇത് ബ്രാവോ വാസ് എ ഫസ്റ്റ് വിസിവിക് ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ പ്രോഗ്രാം. വിസിവിക്കിൻ്റെ ഫസ്റ്റ് ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ബ്രാവോ ആണ്. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള സെക്കൻഡ് വിസിവിക് ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ജിപ്സി. 1975 സെക്കൻഡ് വിസിവിക് ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ പ്രോഗ്രാമായിരുന്നു ജിപ്സി. സോ ഫസ്റ്റ് വൺ ബ്രാവോ, സെക്കൻഡ് വൺ ജിപ്സി. ബ്രാവോ 1974, ജിപ്സി 1975. സോ ഇതാണ് ഒരു ഓവറോൾ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഇതിന് ശേഷമാണ് നമ്മൾ MS വേർഡിലേക്ക് പോകുന്നത്. സോ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട് PDF വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്താണ് ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് യു ഹാവ് ടു കമൻറ്റ് ബിലോ. താങ്ക് യു.